യൂറോപ്പിലെ മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണാക്കോ. കേവലം 2 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ രാജ്യം വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ചരിത്രപരമായും സാമ്പത്തികമായും വലിയ സ്വാധീനമുള്ള രാജ്യമാണ്. നൂറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ അട്ടിമറികളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച ഗ്രിമാൾഡി രാജവംശത്തിന്റെ ഭരണമാണ് മൊണാക്കോയുടെ ചരിത്രത്തിന്റെ കാതൽ. പുരാതന കാലത്ത് ഫൊണീഷ്യർ, ഗ്രീക്കുകാർ, റോമക്കാർ എന്നിവർക്ക് ഈ പ്രദേശം പരിചിതമായിരുന്നു. 1191 ജനോവീസ് ഭരണത്തിന് കീഴിലായതോടെയാണ് മൊണാക്കോയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത്. മൊണാക്കോ എന്ന കൊച്ചു രാജ്യവും ക്രൈസ്തവ വിശ്വാസവും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ലോകത്തിലെ തന്നെ ഔദ്യോഗികമായി കത്തോലിക്ക രാജ്യമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് മൊണാക്കോ. മൊണാക്കോയുടെ ക്രൈസ്തവ ചരിത്രം ആരംഭിക്കുന്നത് സഭയുടെ ആദ്യകാല രക്തസാക്ഷിയായ വിശുദ്ധ ദേവോത്തോയുടെ ഐതിഹ്യത്തിൽ നിന്നാണ്. AD 4-ാം നൂറ്റാണ്ടിൽ കോഴ്സിക്കയിൽ കൊല്ലപ്പെട്ട ദേവോത്തോയുടെ ഭൗതിക ശരീരം ഒരു ബോട്ടിൽ കയറ്റി കടലിൽ ഒഴുക്കിയെന്നും ഒരു പ്രാവിന്റെ മാർഗനിർദ്ദേശത്താൽ ആ ബോട്ട് മൊണാക്കോയുടെ തീരത്തെത്തിയെന്നുമാണ് വിശ്വാസം. ഇന്ന് മൊണാക്കോയുടെ കാവൽ മാലാഖിയെ വിശുദ്ധ ദേവോത്തയെ വണങ്ങുന്നു. ജനുവരി 27 നടക്കുന്ന തിരുനാളിൽ രാജകുടുംബം നേരിട്ട് പങ്കെടുത്ത ഒരു ബോട്ട് അഗ്നിക്കിരയാക്കുന്ന ചടങ്ങുണ്ട്. ഇതവരുടെ വിശ്വാസത്തിന്റെ ആഴം വെളിവാക്കുന്ന ഒന്നാണ്. മൊണാക്കോ ഭരിക്കുന്ന ഗ്രിമാൾഡി രാജവംശവും ക്രൈസ്തവ സഭയും തമ്മിലുള്ള ബന്ധവും വളരെ സവിശേഷമാണ്. 1297 ഫ്രാൻകോയിസ് ഗ്രിമാൾഡി ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയുടെ വേഷം ധരിച്ചാണ് മൊണാക്കോ കോട്ടയ്ക്കുള്ളിൽ കടന്ന് അത് പിടിച്ചെടുക്കുന്നത്. ഈ സംഭവമാണ് ഗ്രിമാൾഡി രാജവംശത്തിന്റെ ഭരണത്തിന് അടിത്തറയിട്ടത്. ഈ ചരിത്ര സ്മരണയ്ക്കായി മൊണാക്കോയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ വാളേന്തിയ 2 സന്യാസിമാരുടെ ചിത്രം ഇന്നും കാണാം. രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് റോമൻ കത്തോലിക്ക മതം അവിടുത്തെ ഔദ്യോഗിക മതമാണ്. മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്കൂളുകളിലെ മതപഠനവും ഔദ്യോഗിക ചടങ്ങുകളും കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതേസമയം ഫ്രാങ്കോയിസ് ഗ്രിമാൾഡി മൊണാക്കോ പിടിച്ചടക്കിയത് ഗ്രിമാൾഡി രാജവംശത്തിന്റെ 700-ലധികം വർഷത്തെ ഭരണത്തിന് തുടക്കം കുറിച്ചു. 1793 ശേഷം ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് മൊണാക്കോ ഫ്രാൻസിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ഗ്രിമാൾഡി രാജവംശത്തിന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ നെപ്പോളിയന്റെ പതനത്തിന് ശേഷം 1814 അവർക്ക് അധികാരം തിരികെ ലഭിക്കുകയായിരുന്നു. ഇതിനിടയിൽ മൊണാക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും വൈകാരികവുമായ ഒരു സംഭവം കൂടിയുണ്ട്. 1799 ഫ്രഞ്ച് വിപ്ലവകാലത്ത് പയസ് 6-ാമൻ മാർപ്പാപ്പയെ നെപ്പോളിയന്റെ സൈന്യം തടവുകാരനായി പിടിക്കുകയും ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം വത്തിക്കാനിലേക്ക് തിരികെ എത്തിക്കുവാൻ അനുവാദമില്ലാതിരുന്നതിനാൽ ഒരു സാധാരണ ശവപ്പെട്ടിയിലാക്കി രഹസ്യമായി കടൽ മാർഗം കൊണ്ടുപോകേണ്ടി വന്നു. ഈ യാത്രയ്ക്കിടെ കപ്പൽ മൊണാക്കോയുടെ തീരത്തടുക്കുകയും അവിടുത്തെ ഭരണാധികാരികൾ അത്യന്തം ഭക്തിയാദരവുകളോടെ എന്നാൽ അതീവ രഹസ്യമായി ഒരു ശവപ്പെട്ടിക്കുള്ളിലിരുന്ന ആ സഭാനായകനെ സ്വീകരിക്കുകയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് നൽകേണ്ട ആദരവ് ഒരു ശവപ്പെട്ടിക്ക് നൽകേണ്ടി വന്ന ആ നിമിഷം മൊണാക്കോയുടെ ചരിത്രത്തിലെ വലിയൊരു നൊമ്പരമായി അവശേഷിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ലിയോ 14-ാമൻ മാർപ്പാപ്പ മൊണാക്കോയിൽ എത്തുമ്പോൾ പഴയ ആ ഇരുണ്ട ചരിത്രത്തിനു പകരം പ്രകാശപൂർണമായ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണ്. ശവപ്പെട്ടിയിലല്ല, മറിച്ച് ലോകം ആദരിക്കുന്ന അതിഥിയായി അദ്ദേഹം സ്വീകരിക്കപ്പെടുമ്പോൾ അത് വിശ്വാസത്തിന്റെയും കാലത്തിന്റെയും വലിയൊരു അതിജീവനത്തിന്റെ മാറുന്ന കാഴ്ചയെയാണ് നാം കണ്ടത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് മൊണാക്കോ സ്വതന്ത്രമാകുന്നത്. 1861 മൊണാക്കോയുടെ ഭാഗമായിരുന്ന മെന്റൺ, റോക്ബ്രൂൺ എന്നീ നഗരങ്ങൾ ഫ്രാൻസിന് വിട്ടുകൊടുത്തു. പകരം ഫ്രാൻസ് മൊണാക്കോയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം അംഗീകരിക്കുകയായിരുന്നു. 1863 ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്നത്തെ മൊണാക്കോയെ മാറ്റിയ കാസിനോയുടെ ജനനം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ചാൾസ് 3-ാമൻ രാജാവ് മോണ്ടെ കാർലോയിൽ ഒരു കാസിനോ സ്ഥാപിക്കുവാൻ അനുമതി നൽകി. ഇതോടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുകയായിരുന്നു. 1911 മൊണാക്കോ ഒരു സമ്പൂർണ്ണ രാജഭരണത്തിൽ നിന്ന് ഭരണഘടനാപരമായ രാജഭരണത്തിലേക്ക് മാറി. 1956 നടന്ന
ഹോളിവുഡ് നടി ഗ്രേസ് കെല്ലിയും റെയ്നിയർ മൂന്നാമൻ രാജാവും തമ്മിലുള്ള വിവാഹം മൊണാക്കോയെ ആഗോള ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നതിനും കാരണമായി. പിന്നീട് 27 വർഷങ്ങൾക്ക് ശേഷമാണ് മൊണാക്കോ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമെടുക്കുന്നത്. ഇന്ന് ആൽബർട്ട് രണ്ടാമൻ രാജാവാണ് മൊണാക്കോ ഭരിക്കുന്നത്. നികുതിയില്ലാത്ത രാജ്യമെന്ന ഖ്യാതിയും മോണ്ടെ കാർലോ കാസിനോയും ഫോർമുല 1 ഗ്രാൻഡ് സ്പിയും മൊണാക്കോയെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ പരദേശിയാക്കി മാറ്റുന്നു. ഫ്രാൻസുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും സ്വന്തം വ്യക്തിത്വവും പരമാധികാരവും കാത്തുസൂക്ഷിക്കുവാൻ ഈ ചെറിയ രാജ്യത്തിന് ഇന്നും സാധിക്കുന്നു. ചുരുക്കത്തിൽ ഒരു ചെറിയ പാറക്കെട്ടിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ചരിത്രമായി മാറിയ ചരിത്രമാണ് മൊണാക്കോയുടേത്. ഗ്രിമാൽഡി രാജവംശത്തിന്റെ നയതന്ത്ര വൈദഗ്ധ്യമാണ് ഈ രാജ്യത്തെ ഇന്നും സ്വതന്ത്രമായി നിലനിർത്തുന്നത്.